നമസ്തേ. ഇന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് PCOS അല്ലെങ്കിൽ PCOD എന്ന് പറയുന്നത്. പലപ്പോഴായിട്ടും അതിനകത്ത് വരുന്ന ഹോർമോണൽ ഇംബാലൻസസ് ആണ് PCOSന്റെ കാരണക്കാര്. ക്രമം തെറ്റിയ ആർത്തവം, കഴുത്തിന് ചുറ്റുമുള്ള അമിതമായ കറുപ്പ്, മീശയും താടിയും രോമ വളർച്ചയും അങ്ങനെ അമിതമായ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിയായ ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്ന പീരിയഡ്സിന്റെ ടൈമിൽ ചിലപ്പം ഒരു സ്പോട്ടിങ് വന്നു, അത് കഴിഞ്ഞ് പിന്നെ ബ്ലീഡിങ് കാണുന്നില്ല, ഇതുപോലെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ചിലർക്ക് വണ്ണം കൂടുന്നു, മുടി കൊഴിയുന്നു, ഇതുപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? പലപ്പോഴും ഈ കണ്ടീഷൻസ് PCOS അല്ലെങ്കിൽ PCOD എന്ന് പറയുന്ന രോഗാവസ്ഥ ആയേക്കാം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്കെല്ലാം കൃത്യമായ പരിഹാരം കാണാതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും സ്ത്രീകൾ അങ്ങോട്ടുള്ള ജീവിതത്തിൽ 30കളിലും 40കളിലും അനുഭവിക്കുന്ന പല രീതിയിലുള്ള പ്രയാസങ്ങളുടെയും കാരണക്കാര്. PCOS എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന് പല നാമകരണം കൊടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മിഡിൽ ഏജ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജിൽ അത് ഇൻഫെർട്ടിലിറ്റി, പ്രഗ്നൻസി ലോസ്, മിസ്കാരേജ്, അബോർഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. 40കളിൽ അത് നമുക്ക് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ് അതുപോലെയുള്ള രോഗങ്ങളിലേക്കും ഒക്കെ നയിച്ചേക്കാം. കൃത്യമായി ഈ രോഗത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ ചികിത്സ നേടുകയും അതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്ത് അതിനെ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ.